അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖവും സന്തോഷവും ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളുടെ രാജ്യത്തെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ഈ വർഷത്തെ അക്കാഡമിക് കലണ്ടർ പ്രകാരം വിദ്യാഭ്യാസ വർഷം കഴിഞ്ഞ ജൂൺ 2-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വർഷത്തേതും പോലെ തന്നെ ഈ വർഷവും പുതിയ അധ്യയന വർഷം ആരംഭിച്ചു എങ്കിലും നമുക്കറിയാം, ഒന്ന് രണ്ട് മാറ്റങ്ങൾ നമ്മളുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തലങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേത് സ്കൂൾ സമയമാറ്റമാണ്. സാധാരണഗതിയിൽ നമ്മളുടെ കലാലയങ്ങൾ രാവിലെ 10 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 4 മണിക്ക് അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ദീർഘമായ 6 മണിക്കൂറുകൾ നമ്മളുടെ മക്കൾ കലാലയങ്ങളിൽ ചെലവഴിക്കുന്ന വിദ്യ നുകരുന്ന സംവിധാനമാണ് ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് 10 മണി എന്നുള്ളത് ഒരു 1/4 മണിക്കൂർ 15 മിനിറ്റ് മുമ്പ്, അതായത് 9:45 ആരംഭിച്ച് 4:15 അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിനവർ പറയുന്ന ന്യായവും കാരണവും വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാണ്. വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന അപാകതകൾ, പാളിച്ചകളെല്ലാം പരിഹരിച്ച് ക്വാളിറ്റി വിദ്യാഭ്യാസം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് എന്നാണ് ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി സമൂഹത്തോട് പറഞ്ഞത്. ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീർഘമായ സമയം കലാലയങ്ങളിൽ ചിലവഴിക്കുമ്പോഴാണ് നമ്മളുടെ മക്കൾക്ക് അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു മാറ്റത്തിന് തയ്യാറായത് എന്നറിയാൻ ഈ രാജ്യത്തെ, അതല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ഓരോ രക്ഷിതാവിനും താല്പര്യമുണ്ട്. അത് നിങ്ങൾ പറയണം. നമുക്കറിയാം, 10 മണി മുതൽ 4 മണി വരെ ദീർഘമായ സമയം സ്കൂളുകളിലിരുന്ന് പഠിച്ച കാര്യങ്ങൾ അത് മനസ്സിലാകാതെയാണ് നമ്മളുടെ മക്കൾ ട്യൂഷൻ സെൻ്ററുകളെ ആശ്രയിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളുടെ സംസ്ഥാനത്തെ ഹൈസ്കൂളുകളുടെ സമീപത്ത് 5ഉം 6ഉം ട്യൂഷൻ സെൻ്ററുകളില്ലാത്ത എത്ര ഹൈസ്കൂളുകൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട്? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത്? 4 മണിക്കൂർ 6 മണിക്കൂർ സ്കൂളുകളിൽ വെച്ച് നേടിയ വിദ്യാഭ്യാസം അവർക്കത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാകാതെ വന്നതുകൊണ്ടാണ് ട്യൂഷൻ സെൻ്ററുകളെ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത്. ഈ ദീർഘമായ 6 മണിക്കൂറിൽ അവർക്ക് ലഭിച്ച കാര്യങ്ങൾ മനസ്സിലാകാതെ വന്നപ്പോൾ ആ കാര്യങ്ങൾ കേവലം സ്കൂൾ വിട്ടതിന് ശേഷം 1, 1.5, 2 മണിക്കൂർ ട്യൂഷൻ സെൻ്ററുകളിൽ പോയി വളരെ മനോഹരമായി ആ കുട്ടികൾ ഗ്രഹിക്കുകയാണ്. അപ്പോൾ ലഭിക്കുന്ന സമയമല്ല അവിടെ മാനദണ്ഡം. ദീർഘമായ സമയം അവിടെ ചെലവഴിച്ചിട്ട് പോലും അവരുടെ പഠനാർഹമായ കാര്യങ്ങൾ അവർക്ക് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയാതെ വരികയും ഇക്കാര്യങ്ങൾ കേവലം 1, 1.5, 2 മണിക്കൂറുകൾ കൊണ്ട് മനോഹരമായി അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നറിയുമ്പോഴാണ്, സമയമല്ല, നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യ നൽകുന്ന രീതിയാണ്, കുട്ടികളിലേക്ക് കൈമാറുന്ന രീതിക്കാണ് പ്രശ്നമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അത് വിദ്യാഭ്യാസ മേഖലകളിലാവട്ടെ അല്ലാതെയാവട്ടെ, ഒരു മാറ്റം സമൂഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കേണ്ടത് ആർക്കാണ്? നമ്മളുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കാണ്.
അവർ ഇന്നും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാറി നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഓരോ വർഷവും SSLC എക്സാം റിസൾട്ട് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരുമ്പോൾ A+ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ സന്തോഷിക്കുന്നവരാണ്. എന്നാൽ ഈ A+ ലഭിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക്കൽ ലെവലിൽ അവർക്കതുകൊണ്ട് എത്രമാത്രം പ്രയോജനം ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ കേട്ടതാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്, മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളിൽ പലർക്കും സ്വന്തമായി പേരെഴുതാൻ അറിയാത്ത, അഡ്രസ്സ് എഴുതാൻ അറിയാത്തവരുണ്ട് എന്ന ഞെട്ടിക്കുന്ന വാർത്ത അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോഴാണ് നമ്മളുടെ A+ൻ്റെ നിലവാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി A+ തന്നെ ലഭിക്കുന്നത് എങ്ങനെയാണ്? സ്കൂളുകളിൽ മാത്രം പഠിക്കുന്നവർക്കാണോ? അല്ലല്ലോ. സ്കൂൾ സമയം കഴിഞ്ഞ് ട്യൂഷൻ സെൻ്ററുകളെ ആശ്രയിക്കുന്നവർക്കാണ്. എല്ലാവർക്കും ട്യൂഷൻ സെൻ്ററുകളിൽ 1000-ഉം 2000-ഉം 5000-ഉം രൂപ കൊടുത്ത് ട്യൂഷൻ സെൻ്ററുകളിൽ പോകാൻ കഴിയില്ല. സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള, സുരക്ഷിതത്വമുള്ള രക്ഷിതാക്കളുടെ മക്കൾക്ക് അതിന് കഴിയുകയുള്ളൂ. ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കേണ്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് വെക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, ഈ നേരത്തെ 9:45 ആരംഭിക്കുന്ന നമ്മളുടെ കലാലയങ്ങൾ 4:15 വരെ നീണ്ടു നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നഗരങ്ങളിൽ നിന്ന് മാത്രമല്ല സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നത്. എല്ലാ സ്കൂളുകളിലും ഒരുപക്ഷെ സ്കൂൾ ബസ്സുകൾ ഉണ്ടായിരിക്കാം. ആ സ്കൂൾ ബസ്സിനെ ആശ്രയിച്ച് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട്? വളരെ ചുരുങ്ങിയൊരു ശതമാനം മാത്രമാണ്. എന്താണ് അതിന് കാരണം? ഒരു മാസം 100-150 രൂപ കൊണ്ട് സ്കൂളിൽ പോയി വരാൻ കഴിയുന്ന രൂപത്തിൽ 150 രൂപയുണ്ടെങ്കിൽ അവർക്കൊരു മാസത്തെ സ്കൂളിലേക്ക് പോയി വരാൻ കഴിയും എന്നിരിക്കെ, ഇതേ ദൂരത്ത് നിന്ന് സ്കൂൾ ബസ്സിനെ ആശ്രയിക്കുകയാണെങ്കിൽ 1000-ഉം 1500-ഉം രൂപ കൊടുക്കണം. അത് നൽകാൻ കഴിയാത്ത ആളുകൾ അവർ ലൈൻ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പല ഗ്രാമങ്ങളിലും അരമണിക്കൂർ ഇടവിട്ട് ബസ്സുകൾ ഓടുന്ന ഗ്രാമങ്ങളുണ്ട്. അത് കുഗ്രാമങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 1 മണിക്കൂർ ഇടവിട്ട് ബസ്സുകൾ പോയി വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്നെല്ലാം വരുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ നിന്നെല്ലാം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഈ സമയത്ത് എത്തേണ്ട വിദ്യാർത്ഥികൾ നേരത്തെയാക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് എന്ത് സൗകര്യമാണ് അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യങ്ങൾക്കെല്ലാം എന്ത് പരിഹാരമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഞങ്ങൾക്കതറിയാൻ ആഗ്രഹമുണ്ട്. ഇവിടെ നഗരങ്ങളിൽ താമസിക്കുന്ന സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള രക്ഷിതാക്കളുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതിയോ? അവർക്ക് മാത്രം ഉന്നതമായ വിദ്യയും വിദ്യാഭ്യാസവും ലഭിച്ചാൽ മതിയോ? പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതല്ലേ ഏറ്റവും പ്രധാനമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാനല്ലേ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഇതിനൊന്നും ഒരു പരിഹാരം കാണാതെ കേവലം ദീർഘമായ സമയം കലാലയങ്ങളിൽ ചിലവഴിക്കുമ്പോഴാണ് വിദ്യ ക്വാളിറ്റി ഉള്ളതാകുന്നത്, വിദ്യാഭ്യാസം ക്വാളിറ്റി ഉള്ളതാകുന്നത് എന്ന് ഏത് പഠനത്തിൻ്റെ ആരുടെ ഉപദേശം കേട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്? അതറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, നമ്മളുടെ ഈ കലാലയങ്ങളിൽ ലഭിക്കുന്ന അവരുടെ അറിവിൻ്റെ രീതി സരസവും സരളവുമായ മനോഹരമായ രൂപത്തിലുള്ള അറിവുകളെ അധ്യാപകർ കുട്ടികൾക്ക് കൈമാറാൻ തയ്യാറായാൽ ഈ 10 മണി മുതൽ 4 മണി എന്നുള്ള സമയം തന്നെ അവർക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ അധ്യാപകർ അവരുടെ മുന്നിലേക്ക് വരുന്ന ഓരോ
കുഞ്ഞിൻ്റെ മുഖത്തും അവർ കാണേണ്ടത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ട IAS-കാരും IPS-കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇങ്ങനെ ഉന്നതമായ തലങ്ങളിലേക്ക് പ്രവർത്തിക്കേണ്ട, രാജ്യത്തെ കെട്ടിപ്പടുക്കേണ്ട പൗരന്മാരാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട അധ്യാപകർക്കുണ്ടാവണം. അവർ ഉത്തരവാദിത്തങ്ങളെ ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിക്കാൻ തയ്യാറായാൽ, കൃത്യമായി ഈ സമയത്തെ ഉപയോഗപ്പെടുത്താൻ തയ്യാറായാൽ തന്നെ നമ്മളുടെ മക്കൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റാൻ കഴിയുമെന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട ഗവൺമെൻറ്, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് ഒരു തിരിച്ചറിവ് ഇക്കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സമൂഹത്തെ ബാധിക്കുന്നതല്ലല്ലോ, കേവലം മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്നതാണോ? ചില മാധ്യമങ്ങളുടെയും മീഡിയകളുടെയും ഒക്കെ വാർത്തകളും അവരുടെ ആഘോഷങ്ങളും കണ്ടാൽ തോന്നുക ഇത് ഏതെങ്കിലും ഒരു സമുദായത്തെ ബാധിക്കുന്നതാണെന്നാണ്. കേവലം ഇതൊരു മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വിഷയമല്ല. മുസ്ലിം സമുദായത്തെ ബാധിക്കുകയില്ലേ? തീർച്ചയായും ബാധിക്കും. എന്തുകൊണ്ട്? കേരളത്തിൽ 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പ്രഭാതത്തിൽ ഇസ്ലാമിക മതവിദ്യ നുകരാൻ വേണ്ടി മതവിദ്യാലയങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്. ഈ 15 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ മതവിദ്യയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം വിദ്യാഭ്യാസ വകുപ്പ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് സമൂഹം സംശയിച്ചാൽ അവരൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ലല്ലോ. കാരണം സമയം അധികം എടുക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഓരോ ആഴ്ചകളിലും ശനിയാഴ്ചകൾ വരുന്നുണ്ടല്ലോ. ആ ശനിയാഴ്ചകളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആ മക്കൾക്ക് ക്ലാസ് എടുക്കാമല്ലോ, സ്കൂളുകൾ നടത്താമല്ലോ. എന്താണ് അതിന് തടസ്സം? അതിനെന്താണ് തടസ്സം? അപ്പോൾ പല പരിഹാരമാർഗങ്ങളും ഉണ്ടായിരിക്കെ അതിനൊന്നും മുതിരാതെ കേവലം എന്നും സമൂഹത്തിൻ്റെ മുന്നിൽ ഏതെങ്കിലും ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് ഒരു സമുദായത്തിൻ്റെ നേർക്ക് കുതിര കയറുക എന്ന ലക്ഷ്യമാണോ വിദ്യാഭ്യാസ വകുപ്പ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ സംശയിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഈ ഒരു മതവിദ്യയെ തകർക്കുക എന്ന് ഏതെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഗൂഢലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കേവലം വ്യാമോഹം മാത്രമല്ലേ? എന്തുകൊണ്ട്? അത് ഭരണഘടന ഈ രാജ്യത്തെ ഓരോ വിശ്വാസികൾക്കും ഭരണഘടന നൽകുന്ന അവകാശമല്ലേ? 947 നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരായിരുന്ന വെള്ളക്കാരൻ്റെ തീത്തുപ്പുന്ന പീരങ്കികൾക്ക് മുന്നിൽ വിരിമാറ് കാണിച്ചു കൊടുത്തുകൊണ്ട് പിറന്ന നാടിൻ്റെ മോചനത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച, ശരീരം സമർപ്പിച്ച, രക്തം സമർപ്പിച്ച ഞങ്ങളുടെ പ്രപിതാക്കൾ സ്വാതന്ത്ര്യം നേടിത്തരികയും അങ്ങനെ രാജ്യത്തിൽ വന്ന നമ്മളുടെ ഭരണഘടന ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും വിശ്വാസിയാണെങ്കിൽ അവൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ, മതപ്രബോധനം നടത്താൻ, മതത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, പഠിക്കാൻ, പ്രചരിപ്പിക്കാൻ, ഇതിനെല്ലാം രാജ്യത്തെ ഭരണഘടന ഓരോ വിശ്വാസിക്കും അനുവാദം നൽകുന്നുണ്ട് എന്നിരിക്കെ ഈ ജനാധിപത്യാവകാശത്തെ കേവലം ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് ഇല്ലാതെയാക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്യ നായകർ മഹാനരായിരിക്കുന്ന സയ്യിദുൽ ഉലമ, മഹാനരായിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നമ്മളുടെ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യങ്ങളെല്ലാം സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ മതവിദ്യയെ തകർക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് നിങ്ങൾ മുതിരരുതെന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് നിവേദനം നൽകിയത് നമ്മളെല്ലാം അറിഞ്ഞതാണ്. അക്കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട്
ഓരോ മാറ്റങ്ങളും അത് ഏതെങ്കിലും ഒരു മതസമുദായത്തെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ വേദനിപ്പിക്കുന്നതോ അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതോ അവരുടെ രാജ്യത്തെ ഭരണഘടന അവർക്ക് അവകാശമായി നൽകുന്ന അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതോ ആയ രൂപത്തിലുള്ള ഒരു മാറ്റങ്ങളും കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിനും ഒരു സംവിധാനത്തിനും ഭൂഷണമല്ല, യോജിച്ചതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കും വേദനിപ്പിക്കാതെ മതവിദ്യ പഠിക്കുന്നവർ ഇന്നലകളിൽ എങ്ങനെയാണോ അതുപോലെ ഇന്നുണ്ടാവണം, നാളെയും അങ്ങനെ ഉണ്ടാവണം. അതാണ് നമ്മളുടെ രാജ്യത്തെ ഏറ്റവും മനോഹാരിത എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഈ ഒരു നേരത്തെ തുടങ്ങി വൈകി അവസാനിപ്പിക്കുന്ന സ്കൂൾ സംവിധാനത്തെ മാറ്റി നമ്മൾ ഇതുവരെ 10 മണിക്ക് തുടങ്ങി 4 മണിക്ക് അവസാനിപ്പിക്കുന്ന ഇതേ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുകയും മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തെ ക്വാളിറ്റി ഉള്ളതാക്കി ഏറ്റവും മനോഹരമായി കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അവർക്കിടയിലേക്ക് വിദ്യയെ അതിപ്രസരണം ചെയ്യാൻ ബഹുമാന്യരായ അധ്യാപകർ ശ്രമിക്കണമെന്നും വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.